ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. കൈവരിക്കു പകരം ക്യൂ മാനേജർ കുറ്റിയിൽ പിടിച്ചതോടെ നിലതെറ്റി ഉമ താഴേക്ക് വീണ ഗുരുതര പരിക്ക്. കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ 15 അടി ഉയരത്തിലുള്ള ഗാലറിയിലെ വേദിയിൽ നിന്ന് വീണ ഉമ തോമസ് എംഎൽഎയ്ക്കു ഗുരുതര പരിക്ക്. പാലാരിവട്ടം റിനൈ ആശുപത്രിയിലെ ICU വെന്റിലേറ്ററിൽ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. എംഎൽഎയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. നടി ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് 12,000 നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു ഉമ തോമസ്. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലിരിക്കെയാണ് അപകടം. വീഴ്ചയിൽ തലയ്ക്കു പിന്നിൽ ഗുരുതര ക്ഷതമേറ്റു. തലച്ചോറിനും നട്ടെല്ലിനും പരുക്കുണ്ട്. വാരിയെല്ല് ഒടിഞ്ഞു തറച്ചതിനെ തുടർന്ന് ശ്വാസകോശത്തിലും മുറിവുണ്ട്. മുഖത്തെ അസ്ഥികളും പൊട്ടി. ആശുപത്രിയിലെത്തിക്കുമ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നെങ്കിലും വൈകാതെ നിയന്ത്രിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം രാത്രി കൊച്ചിയിലെത്തി. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. വേദിക്ക് കൈവരിയില്ല, വലിച്ചുകെട്ടിയ നാട മാത്രം. മന്ത്രിയടക്കം പങ്കെടുത്ത പരിപാടിയിലുണ്ടായതു ഗുരുതര സുരക്ഷാവീഴ്ച. VIP ഗാലറിയിലെ 13 വരി കസേരകൾക്കു മുകളിൽ 2 തട്ടുകളിലായി കെട്ടി ഉയർത്തിയ താൽക്കാലിക വേദിയിലാണ് പരിപാടി നടന്നത്. ഗാലറിയുടെ ഇരുമ്പ് കൈവരിക്കും മുകളിലായാണ് വേദി നിർമ്മിച്ചിരുന്നത്. വേദിയുടെ മുന്നിൽ കൈവരിക്കു പകരം ക്യൂ മാനേജർ എയർപോർട്ടുകളിലും മറ്റും തിരക്കു നിയന്ത്രിക്കാൻ കുട്ടികളിൽ നാട വലിച്ചുകെട്ടുന്ന സംവിധാനം മാത്രമാണുണ്ടായിരുന്നത്. മന്ത്രിയടക്കമുള്ള വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്ത ശേഷം ഉമ തോമസ് മുന്നോട്ട് നടക്കുന്നതിനിടെ ക്യൂ മാനേജറിന്റെ കുറ്റിയിൽ പിടിക്കുകയായിരുന്നു. നിലതെറ്റി 3 കുട്ടികളും നാടിയും ഉൾപ്പെടെ താഴേക്കു പതിച്ചു. താഴെ ഗ്രൗണ്ടിലേക്കു കടക്കാനുള്ള പ്രവേശനദ്വാരത്തിൽ പാകിയിരുന്ന കോൺക്രീറ്റ് സ്ലാബിൽ തലയടിച്ചാണ് വീണത്. അപ്പോൾ തന്നെ ബോധം മറഞ്ഞു. MLAയെ ഉടൻ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. മകൻ നിഷ്കളങ്കനെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തളർച്ചയും പതർച്ചയുമില്ല, അതിജീവിക്കുമെന്ന പ്രതിഭ. കോട്ടയം. തനിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ഈ പ്രതിഭ MLA. മകനെതിരെ കെട്ടിച്ചമച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ CPMനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പാർട്ടിയിൽ മുഴുവൻ ഇത്തരക്കാരാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് സൈബർ മേഖലയിലെ ആക്ഷേപങ്ങൾ. പാർട്ടിക്കകത്തു നിന്നും തനിക്കെതിരെ യാതൊരു ഗൂഢാലോചനയുമില്ല എന്നും പ്രതിഭ പറഞ്ഞു. മകന്റെ കയ്യിൽ നിന്നു കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്നും അറസ്റ്റ് വാർത്ത തെറ്റാണെന്നും മകൻ സുഹൃത്തുക്കളുമായി ഒരുമിച്ചിരിക്കുമ്പോൾ എക്സൈസ് ചോദ്യം ചെയ്യുക മാത്രമാണുണ്ടായതെന്നും പ്രതിഭ ഇന്നലെ വിശദീകരിച്ചിരുന്നു. MLAയുടെ മകൻ ഉൾപ്പെടെ 9 പേരെ 3 ഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തെന്നാണ് എക്സൈസ് പറയുന്നത്. എന്റെ മകൻ അടക്കം 9 കുട്ടികളുടെ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടിയിരുന്നു. ആരോ തെറ്റായ വിവരം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ പോലീസ് പിടികൂടുന്നത്. സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥർ എന്നെ നേരിട്ട് വിളിച്ചിരുന്നു. പാവം കുട്ടികളാണെന്ന് അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. അവനൊരു നിഷ്കളങ്കനാണെന്നും MLA അവനെ ഇവിടെ വന്ന് കൊണ്ടുപോകണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. പിടിച്ചതല്ലേ, അവിടെ കുറച്ചുനേരം ഇരിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് സഹോദരൻ പോയി അവനെ ഇറക്കി കൊണ്ടുവന്നു. ഞാൻ മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്ന സമയത്താണ് ചാനലിൽ വാർത്ത വരുന്നത്. അതിൽ പ്രതിഭ MLAയുടെ മകൻ ഗഞ്ചാവുമായി പിടിയിലാണെന്നാണ് പറഞ്ഞത്. അവൻ അവരുടെ കൂടെ ഇരുന്നതേ ഉള്ളൂ. അവരെല്ലാം പാവം പിള്ളേരാണ്. 3 ഗ്രാം കഞ്ചാവ് ഇതിൽ ഒരു കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അവർ പുകവലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പുകവലിച്ചതിന്റെ പേരിൽ പെറ്റി കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിനെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു. എനിക്കെതിരെ ഒരു തെമ്മാടിക്കൂട്ടം പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് വ്യാജ വാർത്തകൾക്ക് പിന്നിൽ. മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനം. നാളെ കേസ് ഫയൽ ചെയ്യും. ഇവരെ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ FIR എന്ന് പറഞ്ഞ് പുറത്തുവിടുന്ന വാർത്തയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. മകൻ എന്റെ അടുത്തുണ്ട്. അവനാകെ മാനസിക പ്രയാസത്തിലാണ്. അവൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഈ കഴുകൻകൂട്ടം അതും കൊത്തുവലിച്ചേനെ. ഞാൻ ഇതിനെയൊക്കെ അതിജീവിക്കും. എനിക്ക് തളർച്ചയും പതർച്ചയുമില്ല. പിന്നെ അവൻ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിന്റെ ദുശ്ശീലമാണെന്നേ ഞാൻ പറയൂ. അവനെ ഞാൻ തിരുത്തും, പ്രതിഭ പറഞ്ഞു. US മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്തരിച്ചു. അന്ത്യം 100-ാം വയസ്സിൽ. വാഷിംഗ്ടൺ. US മുൻ പ്രസിഡന്റും നൊബേൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ 100 അന്തരിച്ചു. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ്. കാൻസറിനെ അതിജീവിച്ച അദ്ദേഹം കഴിഞ്ഞ US തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനെത്തിയിരുന്നു. വൈറ്റ് ഹൌസിൽ തനിക്ക് ശേഷം 7 പ്രസിഡന്റുമാരെ കണ്ടും ലോകം മാറുമറിയുന്നതെറിഞ്ഞും ജോർജിയയിലെ കൊച്ചുവീട്ടിലായിരുന്നു താമസം. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതൽ വീട് ആശുപത്രിയാക്കിയുള്ള സ്നേഹപരിചരണത്തിൽ കഴിയുകയായിരുന്നു. ഡെമോക്രാറ്റുകാരനായ കാർട്ടർ 1977 മുതൽ 1981 വരെ US പ്രസിഡന്റായിരുന്നു. 100 വയസ്സുവരെ ജീവിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്. 1978-ൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. 77 വർഷം ജീവിത പങ്കാളിയായിരുന്ന റോസലിൻ കഴിഞ്ഞ നവംബറിൽ 96-ാം വയസ്സിൽ അന്തരിച്ചു. 277 രൂപയ്ക്ക് 60 ദിവസത്തേക്ക് 120 GB ഡാറ്റ. BSNL പരിമിതകാല ഓഫർ പ്രഖ്യാപിച്ചു. ന്യൂഡൽഹി. ഉപഭോക്താക്കളെ ഓഫറുകൾ കാട്ടി മാടുവിളിക്കുന്ന BSNL നിന്ന് മറ്റൊരു ശ്രദ്ധേയമായ റീചാർജ് പ്ലാന് കൂടി. വെറും 277 രൂപ നൽകിയാൽ 60 ദിവസത്തേക്ക് 120 GB ഡാറ്റയാണ് ഭാരത് സഞ്ചാര നിഗം ലിമിറ്റഡിന്റെ വാഗ്ദാനം.
ക്രിസ്തുമസ്, പുതുവത്സര ഫെസ്റ്റിവൽ സീസണ് പ്രമാണിച്ച് വമ്പൻ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുമേഖല ടെലികോം ഓപ്പറേറ്റർമാരായ BSNL. റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡഫോൺ ഐഡിയ, VI എന്നീ സ്വകാര്യ ഭീമന്മാരെ വെല്ലുവിളിക്കുന്ന റീചാർജ് പ്ലാനാണ് BSNL അവതരിപ്പിച്ചിരിക്കുന്നത്. 277 രൂപ മുടക്കിയാൽ 60 ദിവസം വാലിഡിറ്റിയിൽ ആകെ 120 GB ഡാറ്റ BSNL ഉപഭോക്താക്കൾക്ക് ലഭിക്കും. അതായത് ദിവസം 2 GB ഡാറ്റ ലഭിക്കുമെന്ന് ചുരുക്കം. ഈ ഫെസ്റ്റിവൽ കാലത്ത് കൂടുതൽ ഡാറ്റ, കൂടുതൽ പണം എന്ന ആപ്തവാക്യവുമായാണ് ഈ പരിമിതകാല ഓഫർ BSNL പ്രഖ്യാപിച്ചിരിക്കുന്നത്. 120 GB ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വേഗം 40 kbps കുറയും. 2025 ജനുവരി 16 വരെയാണ് ഈ ഓഫർ BSNL ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യാനാവുക. ടൂറിസം ഗ്രാമസഭ സംഘടിപ്പിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് 2025 മുതൽ 26 വരെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ടൂറിസം ഗ്രാമസഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മേരി തങ്കച്ചന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VS രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്തംഗം ബാബു മൂട്ടോളി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കൃഷി ഓഫീസർ, ഫാം ടൂറിസം പ്രതിനിധികൾ, റിസോർട്ട് ഉടമകൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഒന്നാം ഘട്ടത്തിൽ ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെട്ട നായഡബോയിൽ കുരിശുമല പ്രദേശത്തു സർക്കാർ ഭൂമിയിൽ ടൂറിസം കേന്ദ്രം നിർമ്മിക്കും. വഴിയോര വിശ്രമകേന്ദ്രം നിർമ്മിക്കും. കൂടരഞ്ഞിയിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് വിപണികൾ ആരംഭിക്കും. നിലവിലെ ഫാം ടൂറിസം വിപുലീകരിക്കും. അഡ്വഞ്ചർ ടൂറിസം, ഗ്രാമീണ ടൂറിസം, ഹെറിറ്റേജ് ടൂറിസം തുടങ്ങിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. ജീപ്പ് സഫാരി, വ്യൂ പോയിന്റ് നവീകരണം, ട്രെക്കിംഗ് ഉടുമ്പുപറ, മേടപ്പറ തുടങ്ങിയവ സ്ഥലങ്ങളിൽ ഫോറസ്റ്റ് സഹകരണത്തോടെ ട്രെക്കിംഗ് ആരംഭിക്കും. ഇതിനായി പഞ്ചായത്തിന്റെ ടൂറിസം കേന്ദ്രത്തിൽ ടൂറിസം ക്ലബുകൾ ആരംഭിക്കും എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറീന റോയി സ്വാഗതവും സീന ബിജു നന്ദിയും പറഞ്ഞു. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ച് സാദിഖലി തങ്ങൾ. കണ്ണൂർ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ സന്ദർശിച്ചു. ഞായറാഴ്ച രാവിലെ തലശ്ശേരി ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. സാദിഖലി തങ്ങളുടെ സന്ദർശനം ആദരവായി കാണുന്നുവെന്ന് ജോസഫ് പാംപ്ലാനി പറഞ്ഞു. സൗഹൃദ സന്ദർശനമായിരുന്നു. ഈ സന്ദർശനം കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിൽ രാഷ്ട്രീയമോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ല. വിവിധ വിഷയങ്ങൾ സംസാരിച്ചു. ഒരുമിച്ച് നിൽക്കാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കുമെന്നും പാംപ്ലാനി പറഞ്ഞു. മതേതരത്വത്തെ ഊട്ടിയുറപ്പിക്കുന്ന സമീപനമാണ് ബിഷപ്പിന്റേതെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. സമൂഹങ്ങളെ അടുപ്പിക്കണം, സമുദായങ്ങൾ ചേർന്നിരിക്കണം, പ്രശ്നങ്ങൾ കൂടിയിരുന്ന് പരിഹരിക്കണം. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച പാടില്ല. മനുഷ്യപരമായ സമീപനമാണ് വേണ്ടത്. ആദ്യം ആശങ്ക പരിഹരിക്കണം. സത്വര പരിഹാരത്തിനായി സർക്കാർ മുന്നിട്ടിറങ്ങണം. താമസക്കാരെ കുടിയിറക്കരുത്. സർക്കാർ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒന്നുകൂടി താൽപര്യമെടുത്ത് പ്രവർത്തിക്കണമെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു. ഷാഫി പറമ്പിൽ MPയും സാദിഖലി തങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ആനക്കാമ്പുയിൽ കള്ളാടി, മേപ്പാടി തുരങ്കപാത ദുഷ്പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധ സദസ്സ് സർവകക്ഷിയോഗം നടത്തുന്നു. ആനക്കാമ്പുയിൽ കള്ളാടി, മേപ്പാടി തുരങ്കപാത ദുഷ്പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധ സദസ്സ് സർവകക്ഷിയോഗം 2025 ജനുവരി 3 വൈകുന്നേരം 4 മണിക്ക് തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു. തിരുവമ്പാടി മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനുതകുന്ന വയനാട്ടിലെ സാധാരണ ജനങ്ങളുടെ പതിറ്റാണ്ടുകളായുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയുടെ വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. പാതയുടെ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ചില തത്പരകക്ഷികളും കപട പരിസ്ഥിതിവാദികളും ഈ പദ്ധതിക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതും പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും വളരെ പ്രതിഷേധാർഹമാണ്. നമ്മുടെ നാടിനെക്കുറിച്ച് യാതൊന്നുമറിയാത്ത, ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് ലവലേശം പോലും ചിന്തയില്ലാത്തവരാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിൽ. ഇതിനെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ശക്തമായ ജനകീയ പ്രക്ഷോഭം കൊണ്ട് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. തുരങ്കപാതക്കെതിരായ ദുഷ്പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിനും വികസന വിരോധികളെ ഒറ്റപ്പെടുത്തുന്നതിനും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും തീരുമാനമെടുക്കുന്നതിനും 2025 ജനുവരി 3 വൈകുന്നേരം 4 മണിക്ക് തിരുവമ്പാടി അനുരാഗ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സർവകക്ഷി യോഗത്തിൽ താങ്കളും സഹപ്രവർത്തകരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന് ലിൻഡോ ജോസഫ് അറിയിച്ചു. ഉൽപാദനം കുറഞ്ഞു, വിലയിൽ കുതിച്ചുകയറി പച്ചത്തേങ്ങ് വിപണിയിൽ റെക്കോർഡ് വില. 7 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക്. ഉൽപാദനം കുറയുകയും ആവശ്യം വർദ്ധിക്കുകയും ചെയ്തതോടെ പച്ചത്തേങ്ങ് വില കുതിച്ചുകയറി. 7 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിലെ നാളികേരം. കിലോയ്ക്ക് 53 രൂപ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് 60 രൂപ വരെയും ആകും. വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയ്ക്ക് 30 രൂപ വരെ കിട്ടും. ചെറുതാണെങ്കിലും 20 രൂപയിൽ കുറയില്ല. 1 കിലോ പൊതിച്ച തേങ്ങ 53 രൂപയാണ് വില. ഇത് ഏറിയും കുറഞ്ഞും വരും. കടയിൽ നിന്ന് തേങ്ങ വാങ്ങുമ്പോൾ ചില്ലറ വിൽപ്പന വില കിലോയ്ക്ക് 60 രൂപ വരെയുണ്ട്. ഉൽപാദനം 4-1 കുറഞ്ഞത് കാരണമാണ് വില വർധനവ് ഇത്രയും രൂക്ഷമായതെന്ന് വ്യാപാരികൾ പറഞ്ഞു. സാധാരണ നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഉൽപാദനം കുറവായിരിക്കും. എന്നാൽ ഉൽപാദനം കുറഞ്ഞെങ്കിലും തേങ്ങയുടെ ആവശ്യത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത.
ശബരിമല സീസണ് തുടങ്ങിയതോടെ നാളികേരത്തിന് ആവശ്യവും കൂടി. അതേസമയം നാളികേരത്തിന്റെ വിലക്കയറ്റം കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. ഈ വില നിലനിർത്തിക്കൊണ്ട് മാത്രമേ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂവെന്നാണ് കേര കർഷകർ അഭിപ്രായപ്പെടുന്നത്. കൊപ്ര ക്വിന്റലിന് 17,000 രൂപയാണ് വില. തേങ്ങയ്ക്ക് വില ഉയർന്നതോടെ വിപണിയിലെ വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 260-ന് മുകളിലെത്തി. സന്തോഷ് ട്രോഫി സെമിയിൽ മണിപ്പൂരിനെ തകർത്ത് കേരളം ഫൈനലിൽ. ഹൈദരാബാദ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ. ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ മണിപ്പൂരിനെ തകർത്താണ് കേരളം കലാശപ്പോരിന് യോഗ്യത നേടിയിരിക്കുന്നത്. 1-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു കേരളത്തിന്റെ ജയം. നസീബ് റഹ്മാൻ, മുഹമ്മദ് അജ്സൽ, മുഹമ്മദ് റോഷൽ എന്നിവരാണ് കേരളത്തിനു വേണ്ടി വലകുലുക്കിയത്. ഹാട്രിക്ക് നേടിയ റോഷലാണ് കളിയിലെ താരം. ഹൈദരാബാദ് ഗച്ചിബൌളിയിലെ GNC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കേരളം ലീഡ് നേടിയിരുന്നു. മത്സരത്തിന്റെ 22-ാം മിനിറ്റിൽ നസീബ് റഹ്മാൻ കേരളത്തിന് ആദ്യ ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മണിപ്പൂർ സമനില പിടിച്ചു. 29-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി കിക്ക് മണിപ്പൂർ വലയിലാക്കിയതോടെ മത്സരം ആവേശത്തിലായി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് മുഹമ്മദ് അജ്സൽ കേരളത്തെ വീണ്ടും മുന്നിലെത്തിക്കുകയായിരുന്നു. മത്സരത്തിന്റെ 73-ാം മിനിറ്റിൽ മണിപ്പൂരിന്റെ പ്രതിരോധനിര താരത്തിൽ നിന്ന് പന്ത് റഞ്ചിയെടുത്ത മുഹമ്മദ് റോഷൽ കേരളത്തിന്റെ ലീഡ് 2-ആക്കി ഉയർത്തി. തുടർന്ന് 88-ാം മിനിറ്റിലും അവസാന നിമിഷവും വീണ്ടും റോഷൽ ഗോളുകൾ കണ്ടെത്തി ഹാട്രിക്ക് തികച്ചതോടെ മണിപ്പൂരിന്റെ ഫൈനൽ മോഹങ്ങൾ പൊലിഞ്ഞു. 16-ാം തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനലിലെത്തുന്നത്. 7 തവണ കിരീടത്തിൽ മുത്തമിട്ട കേരളം 8 തവണയാണ് റണ്ണറപ്പായത്. 2022-ലാണ് കേരളം അവസാനമായി ചാമ്പ്യന്മാരായത്. അതേസമയം ഉച്ചയ്ക്ക് നടന്ന ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ സർവീസസിനെ വീഴ്ത്തി ബംഗാൾ ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. റോബി ഹൻസ്ഡയുടെ ഇരട്ട ഗോളിന്റെ കരുത്തിലായിരുന്നു ബംഗാളിന്റെ വിജയം. സർവീസസിനെ 4-2 വരെന് തകർത്താണ് ബംഗാൾ ഫൈനൽ ഉറപ്പിച്ചത്. റോബി ഹൻസ്ഡയാണ് കളിയിലെ താരം. ഇതിനോടകം തന്നെ 11 ഗോളുകൾ സ്വന്തമാക്കിയ റോബി സന്തോഷ് ട്രോഫിയിലെ ഗോൾ വേട്ടക്കാരിൽ മുന്നിലുണ്ട്. ഡിസംബർ 31-ന് ഗച്ചിബൌളി സ്റ്റേഡിയമാണ് കേരളവും ബംഗാളും തമ്മിലുള്ള കലാശപ്പോരിന് വേദിയാകുക. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.